വിവരാവകാശ നിയമം. എന്താണ് വിവരാവകാശ നിയമം? പൊതു അധികാര സ്ഥാപനങ്ങളുടെ കൈവശമുള്ള വിവരങ്ങൾ ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും ലഭ്യമാക്കുന്ന നിയമമാണ് വിവരാവകാശ നിയമം. നമ്മുടെ ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമമാണ് വിവരാവകാശ നിയമം. അഴിമതി നിയന്ത്രിക്കുന്നതിനും ഉദ്യോഗാർത്ഥികൾക്കിടയിൽ ഉത്തരവാദിത്ത ബോധമുണ്ടാക്കുന്നതിനും ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നതിനുമായി പാസാക്കപ്പെട്ട നിയമമാണ് വിവരാവകാശ നിയമം. ലോകത്തിൽ ആദ്യമായി വിവരാവകാശ നിയമം പാസാക്കിയ രാജ്യം സ്വീഡനാണ്. വിവരാവകാശ നിയമം ദേശീയ തലത്തിൽ നിലവിൽ വരുന്നതിന് മുമ്പ് തന്നെ വിവരാവകാശ നിയമം പാസാക്കിയ ഇന്ത്യയിലെ സംസ്ഥാന കേന്ദ്ര ഭരണ പ്രദേശങ്ങൾ ഏതെല്ലാമെന്ന് നോക്കാം. തമിഴ്നാട്ടിലും ഗോവയിലും 1997 വിവരാവകാശ നിയമം നിലവിൽ വന്നു. രാജസ്ഥാൻ, കർണാടക എന്നിവയിൽ 2000 വിവരാവകാശ നിയമം നിലവിൽ വന്നത്. ഡൽഹിയിൽ 2001, അസമിൽ 2002, മഹാരാഷ്ട്രയിലും 2002 വിവരാവകാശ നിയമം നടപ്പിലാക്കിയത്. മധ്യപ്രദേശിൽ 2003 ജമ്മു ആൻഡ് കാശ്മീരിൽ 2004 വിവരാവകാശ നിയമം നടപ്പിലാക്കി. വിവരാവകാശ നിയമത്തിൻ്റെ പ്രധാനമായ 2 ലക്ഷ്യങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. സർക്കാർ സ്ഥാപനങ്ങളുടെയും സർക്കാർ ധനസഹായം നൽകുന്ന സ്ഥാപനങ്ങളുടെയും വിശ്വസ്തതയും സുതാര്യതയും വർദ്ധിപ്പിക്കുക, അഴിമതി ഇല്ലാതാക്കുക. ഇവയാണ് വിവരാവകാശ നിയമത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ. ഇന്ത്യയിലെ വിവരാവകാശത്തിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന നിയമമാണ് ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002. വിവരാവകാശ നിയമം പാർലമെൻറ്റ് പാസാക്കുന്നതിന് പ്രേരക ശക്തിയായ സംഘടനയാണ് മസ്ദൂർ കിസാൻ ശക്തി സംഗഠൻ. വിവരാവകാശ നിയമം പാർലമെൻറ്റ് പാസാക്കുന്നതിന് പ്രേരകമായ സംഘടനയാണ് മസ്ദൂർ കിസാൻ ശക്തി സംഘടന. മസ്ദൂർ കിസാൻ ശക്തി സംഘടന രൂപീകരിക്കുന്നതിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് അരുണ റോയ്. മസ്ദൂർ കിസാൻ ശക്തി സംഘടന സ്ഥാപിച്ച സംസ്ഥാനം രാജസ്ഥാനാണ്. വിവരാവകാശ നിയമം പാർലമെൻറ്റ് പാസാക്കിയത് 2005 ജൂൺ 15. വിവരാവകാശ നിയമം നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12. വിവരാവകാശ നിയമത്തിൽ ഒപ്പുവെച്ച രാഷ്ട്രപതി APJ അബ്ദുൽ കലാമാണ്. വിവരാവകാശ നിയമം പാസാക്കുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആയിരുന്നു. വിവരാവകാശ നിയമത്തിലെ അധ്യായങ്ങളുടെ എണ്ണം 6, വകുപ്പുകളുടെ എണ്ണം 31. വിവരാവകാശ നിയമത്തിലെ ഷെഡ്യൂളുകളുടെ എണ്ണം 2 എണ്ണമാണ്. വിവരാവകാശ നിയമം ഒരു മൗലിക അവകാശമാണെന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ചത് അനുച്ഛേദം 19(1)(a) അഭിപ്രായ സ്വാതന്ത്ര്യ പ്രകാരമാണ്. വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിന് അപേക്ഷ സമർപ്പിക്കേണ്ടത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അല്ലെങ്കിൽ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ്. അപേക്ഷ സമർപ്പിച്ചത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണെങ്കിൽ 30 ദിവസത്തിനുള്ളിൽ മറുപടി ലഭിക്കേണ്ടതുണ്ട്. അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണെങ്കിൽ 35 ദിവസത്തിനുള്ളിൽ മറുപടി ലഭിക്കണം. ഒരു അപേക്ഷയിലൂടെ ഒന്നിലധികം വിവരങ്ങൾ ആവശ്യപ്പെടാവുന്നതാണ്. വിവരാവകാശ നിയമപ്രകാരം വിവരം തിരക്കുന്നതിനുള്ള അപേക്ഷാ ഫീസ് അല്ലെങ്കിൽ അപേക്ഷാ ഫോമിൽ ഒട്ടിക്കേണ്ട കോർട്ട് ഫീസ് സ്റ്റാമ്പിൻ്റെ മൂല്യം 10 രൂപയാണ്. സമയപരിധിക്കുള്ളിൽ വിവരം നൽകുന്നതിൽ വീഴ്ച വരുത്തുന്ന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അടയ്ക്കേണ്ട പിഴ ഒരു ദിവസത്തേക്ക് 250 രൂപയാണ്. വിവരാവകാശ ഫീസ് അടയ്ക്കുന്ന രീതികൾ. കോർട്ട് ഫീസ് സ്റ്റാമ്പ് മുഖേന ഗവൺമെൻറ് ട്രഷറിയിലൂടെ വിവരാവകാശ ഫീസ് അടയ്ക്കാവുന്നതാണ്. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അല്ലെങ്കിൽ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ നിർദ്ദിഷ്ട റെസിപ്റ്റ് വഴിയും നമുക്ക് വിവരാവകാശ ഫീസ് അടയ്ക്കാവുന്നതാണ്. ഡിമാൻഡ് ഡ്രാഫ്റ്റ് അല്ലെങ്കിൽ ബാങ്ക് ചെക്ക് മുഖേനയും നമുക്ക് വിവരാവകാശ ഫീസ് അടയ്ക്കാവുന്നതാണ്. വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കാൻ അപേക്ഷാ ഫീസ് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് നൽകേണ്ടതില്ല. ആവശ്യപ്പെടുന്ന വിവരം വ്യക്തിയുടെ ജീവനെയും സ്വാതന്ത്ര്യത്തെയും സംബന്ധിച്ചുള്ളതാണെങ്കിൽ മറുപടി നൽകേണ്ടത് 48 മണിക്കൂറിനുള്ളിലാണ്. മൂന്നാം കക്ഷിയുടെ അഭിപ്രായമാരായേണ്ട
സമയപരിധി 5 ദിവസമാണ്. മൂന്നാം കക്ഷിക്ക് മറുപടി നൽകാനുള്ള സമയപരിധി 10 ദിവസം. അപേക്ഷ മറ്റൊരു വിവരാധികാരിക്ക് കൈമാറാനുള്ള സമയപരിധി 5 ദിവസവും. വിവരാവകാശ നിയമം. സമയപരിധിക്കുള്ളിൽ ശരിയായ വിവരം നൽകുന്നതിൽ വീഴ്ച വരുത്തുന്ന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അടയ്ക്കേണ്ട പിഴ ഒരു ദിവസത്തേക്ക് 250 രൂപ. പരമാവധി പിഴ 2500 രൂപയാണ്. ഒന്നാം അപ്പീൽ നൽകേണ്ടത് മറുപടി ലഭിക്കേണ്ട സമയപരിധി അവസാനിച്ചു 30 ദിവസത്തിനുള്ളിലാണ്. മതിയായ കാരണം രേഖപ്പെടുത്തിയാൽ ഒന്നാം അപ്പീൽ തീർപ്പാക്കേണ്ടത് 45 ദിവസത്തിനുള്ളിലാണ്. രണ്ടാം അപ്പീൽ സമർപ്പിക്കേണ്ടത് 90 ദിവസത്തിനുള്ളിൽ. കേന്ദ്ര സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ രണ്ടാം അപ്പീൽ തീർപ്പാക്കേണ്ട സമയപരിധി നിഷ്കർഷിച്ചിട്ടില്ല. വിവരാവകാശ നിയമ ഭേദഗതി ബിൽ 2019 ലോക്സഭയിൽ അവതരിപ്പിച്ചത് 2019 ജൂലൈ 19-നാണ്. ലോക്സഭയിൽ അവതരിപ്പിച്ച വ്യക്തി ജിതേന്ദ്ര സിംഗ് ആണ്. ലോക്സഭ പാസാക്കിയത് 2019 ജൂലൈ 22. രാജ്യസഭ പാസാക്കിയത് 2019 ജൂലൈ 25. രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഒപ്പുവെച്ചത് 2019 ഓഗസ്റ്റ് 22-നാണ്. 2019 RTI ഭേദഗതി പ്രകാരം ദേശീയ സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെയും മറ്റു വിവരാവകാശ കമ്മീഷണർമാരുടെയും കാലാവധി തീരുമാനിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. മുൻപ് ഇത് 5 വർഷമായിരുന്നു, അല്ലെങ്കിൽ 65 വയസ്സായിരുന്നു. 2019 RTI റൂൾ പ്രകാരം കേന്ദ്ര സംസ്ഥാനങ്ങളിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ അല്ലെങ്കിൽ സംസ്ഥാന വിവരാവകാശ കമ്മീഷണർമാർ എന്നിവരുടെ ശമ്പളം 2,25,000 രൂപയാണ്. ദേശീയ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും തീരുമാനിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. യാതൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും പദവി വഹിക്കുന്ന വ്യക്തിയോ മറ്റു ബിസിനസ് സ്ഥാപനങ്ങളും നടത്തുന്ന വ്യക്തിയോ ആവരുത് മുഖ്യ വിവരാവകാശ കമ്മീഷണറും മറ്റു കമ്മീഷണർമാരും. കേന്ദ്ര സംസ്ഥാന വിവരാവകാശ കമ്മീഷണർമാരുടെ സത്യപ്രതിജ്ഞയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വിവരാവകാശ നിയമത്തിലെ ഷെഡ്യൂളാണ് 1-ാം ഷെഡ്യൂൾ. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെയും കമ്മീഷണർമാരെയും തെരഞ്ഞെടുക്കുന്ന 3-അംഗ സമിതി. മുഖ്യമന്ത്രി, സംസ്ഥാന അസംബ്ലിയിലെ പ്രതിപക്ഷ നേതാവ്, മുഖ്യമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രി. ഇത്രയും പേരാണ് സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും തെരഞ്ഞെടുക്കുന്ന 3-അംഗ സമിതിയിലുള്ളത്. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും നിയമിക്കുന്നത് ഗവർണറാണ്. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറും കമ്മീഷണർമാരും സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഗവർണർ മുമ്പാകെയാണ്. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറും കമ്മീഷണർമാരും രാജിക്കത്ത് സമർപ്പിക്കുന്നത് ഗവർണർക്കാണ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ ഉൾക്കൊള്ളുന്ന മന്ത്രാലയം പേഴ്സണൽ ആൻഡ് ട്രെയിനിംഗ് ആണ്. വിവരാവകാശ നിയമം 2005 വകുപ്പ് 12 പ്രകാരമാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ രൂപീകരിച്ചിരിക്കുന്നത്. കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ ആസ്ഥാനം CIC ഭവനാണ്. മുൻപ് അഗസ്ത് ക്രാന്തി ഭവനായിരുന്നു. കേന്ദ്ര വിവരാവകാശ കമ്മീഷനിലെ ആകെ അംഗസംഖ്യ 11 കേന്ദ്ര ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും 10-ൽ കൂടാതെ ഇൻഫർമേഷൻ കമ്മീഷണർമാരും അടങ്ങുന്നതാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ. മുഖ്യ വിവരാവകാശ കമ്മീഷണറും മറ്റു കമ്മീഷണർമാരും ഏതൊക്കെ മേഖലയിൽ പരിജ്ഞാനമുള്ളവരായിരിക്കണം? മുഖ്യ വിവരാവകാശ കമ്മീഷണറും കമ്മീഷണർമാരും ഏതെല്ലാം മേഖലയിൽ പരിജ്ഞാനമുള്ളവരായിരിക്കണമെന്ന് നോക്കാം. പൊതുരംഗത്ത് പരിചയമുള്ളവർ, നിയമം, ശാസ്ത്രം എന്നിവയിൽ പരിജ്ഞാനമുള്ളവർ, സാങ്കേതിക വിദ്യയിൽ പരിജ്ഞാനമുള്ളവർ, സാമൂഹ്യ സേവനം, പത്രപ്രവർത്തനം എന്നിവയിൽ പരിജ്ഞാനമുള്ളവർ, മാസ് മീഡിയയിൽ പരിജ്ഞാനമുള്ളവർ, ഭരണം, ഭരണനിർവഹണം എന്നിവയിൽ പരിജ്ഞാനമുള്ളവർ ആയിരിക്കണം. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും നിയമിക്കുന്നത് പ്രസിഡന്റാണ്. സത്യപ്രതിജ്ഞ ചെയ്യുന്നത് പ്രസിഡന്റ് മുമ്പാകെയാണ്. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം നീക്കം ചെയ്യുന്നതും പ്രസിഡന്റാണ്. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറും കമ്മീഷണർമാരുടെയും രാജിക്കത്ത് സമർപ്പിക്കുന്നത് പ്രസിഡന്റിനാണ്.
കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിന്. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യ വ്യക്തി വജാഹത്ത് അബീബുള്ളയാണ്. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യ വനിത ദീപക് സന്ധു. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ രണ്ടാമത്തെ വനിത സുഷമ സിംഗ്. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറും മറ്റ് കമ്മീഷണർമാരും ഒരു നിയമനിർമ്മാണ സഭകളിലും അംഗമായിരിക്കാൻ പാടുള്ളതല്ല. കേന്ദ്ര സംസ്ഥാന വിവരാവകാശ കമ്മീഷണർമാരെ നീക്കം ചെയ്യുന്നതിനുള്ള കാരണങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. ഒന്നാമതായി തെളിയിക്കപ്പെട്ട ദുർവൃത്തി. രണ്ടാമത്തേത് അപ്രാപ്തി. കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ രൂപീകൃതമായത് 2005 ഡിസംബർ 19 കേരളത്തിലെ ആദ്യ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറായത് പാലാട്ട് മോഹൻദാസ് ആണ്. സംസ്ഥാന വിവരാവകാശ കമ്മീഷനിലെ ആകെ അംഗസംഖ്യ 11. സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും 10 കൂടാത്ത ഇൻഫർമേഷൻ കമ്മീഷണർമാരും അടങ്ങുന്നതാണ് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും നീക്കം ചെയ്യുന്നത് ഗവർണറാണ്. സുപ്രീം കോടതിയുടെ ഉപദേശപ്രകാരം സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് അതാത് സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കാണ്. ഇന്ത്യയിൽ ആദ്യമായി വിവരാവകാശ അപേക്ഷ നൽകിയത് ഷാഹിദ് റാസ ബർണായ്. പൂനെ പോലീസ് സ്റ്റേഷനിലാണ് ആദ്യത്തെ വിവരാവകാശ രേഖ പരാതി നൽകിയത്. രണ്ടാമത്തെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷൻ AN തിവാരി. വിവരാവകാശ നിയമത്തിൻ്റെ 2005 ഏത് വകുപ്പ് പ്രകാരമാണ് വിവരങ്ങൾ വെളിപ്പെടുത്തുന്നതിൽ നിന്ന് ഒഴിവാക്കാൻ നിർദ്ദേശിക്കുന്നത്? സെക്ഷൻ 11 വകുപ്പ് പ്രകാരമാണ് വിവരങ്ങൾ വെളിപ്പെടുത്തുന്നതിൽ നിന്ന് ഒഴിവാക്കാൻ നിർദ്ദേശിക്കുന്നത്. സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ഏത് കേസിലാണ് വിവരാവകാശം നിരുപാധികമായ അവകാശമല്ല എന്ന വിധി പുറപ്പെടുവിച്ചത്? ഇന്ദിര ജയ്സിംഗ് വേഴ്സസ് രജിസ്ട്രാർ കേസിലാണ് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ വിവരാവകാശം നിരുപാധികമായ അവകാശമല്ല എന്ന വിധി പുറപ്പെടുവിപ്പിച്ചത്. വിവരാവകാശ നിയമം 2005 പ്രകാരം ഈ നിയമത്തിൻ്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട വിവരങ്ങൾ ഏതെല്ലാമെന്ന് നോക്കാം. ഒന്നാമതായി ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇൻ്റലിജൻസിൻ്റെ പ്രവർത്തനങ്ങൾ. രണ്ടാമത് ക്യാബിനറ്റ് ഡോക്യുമെൻറ്റുകൾ. മൂന്നാമതായി കോപ്പിറൈറ്റ് മുതലായ ഭൗതിക സ്വത്തവകാശങ്ങൾ മുഖേന സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ. ഇവയെല്ലാമാണ് വിവരാവകാശ നിയമം 2005 പ്രകാരം ഈ നിയമത്തിൻ്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട വിവരങ്ങൾ.